വൈകല്യത്തെ അതിജീവിച്ച് കലാലയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കോഴിക്കോട്ടെ രണ്ട് മിടുക്കി കുട്ടികളെ പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. ഇനി കോഴിക്കോട്ടെ രണ്ട് മിടുക്കി കുട്ടികളെ പരിചയപ്പെടാം. ജിമിയും സുമിയും. വൈകല്യം ബാധിച്ച് നടക്കാൻ പോലും സാധിക്കാത്ത ഈ കുട്ടികൾക്ക് കലാലയ ജീവിതം നൽകി ഇവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് JDT കോളേജ്. വൈകല്യങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയി ജീവിതം വഴിമുട്ടിപ്പോകുമായിരുന്ന ജിമിക്കും അനുജത്തി സുമിക്കും താങ്ങായത് കോഴിക്കോട് JDT ഇസ്ലാമിക് കോളേജാണ്. സ്യൂഡോമസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ തുടർ പഠനത്തിനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ച ഇവർക്ക് മുന്നിൽ ദൈവം കോഴിക്കോട് JDT കോളേജിന്റെ രൂപത്തിൽ വന്നു. കോളേജ് മാനേജ്മെന്റ് ഇവരെ പഠിപ്പിക്കാമെന്നേറ്റു. അങ്ങനെ കോളേജിൽ പ്രവേശനവും നൽകി. ഇപ്പോൾ ജിമിയും സുമിയും JDTയിൽ മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനികളാണ്. ഇന്ന് ഏതൊരു വിദ്യാർത്ഥിയും പോലെ ജിമിയും സുമിയും ക്ലാസ്സിൽ വരുന്നു. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് പഠിക്കുന്നു. അസുഖം കാരണം സ്കൂളിൽ പോയിട്ടില്ലാത്ത ജിമിയെ വീട്ടിൽ വന്ന് അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായി കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ജിമി. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നത് ഇവിടെ JDTയിൽ ഡിഗ്രിക്ക് വന്നത് പിന്നെയാണ്. അപ്പോൾ അതുവരെ ഞാൻ വീട്ടിലിരുന്ന് മാത്രമാണ് പഠിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നത് കുട്ടികളോടൊപ്പം ഇരിക്കുക, യൂണിഫോം ഇട്ട് വരിക, എല്ലാം ചെയ്തൊരു ചെറിയ കുട്ടികൾ നഴ്സറി പോകും മാതിരിയുള്ള അനുഭവമാണ്. ചേച്ചിക്ക് വന്ന അതേ അസുഖം കാരണം സ്കൂളിൽ പോക്ക് നിർത്തേണ്ടി വന്ന സുമിക്കും JDT കോളേജ് നൽകിയ ഈ പഠന സഹായം ഒരു അനുഗ്രഹമാണ്. ഈ സഹായത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും സുമി പറയുന്നു. JDT എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കാൻ പോലും പറ്റാത്തതിനുള്ള ഒരു സഹായം എന്ന് പറയും JDT ഞങ്ങൾക്ക് ലഭിക്കുന്നത്. JDT നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അവിടെ നിന്ന് വരുന്ന ഹെൽപ്പ്. വൈകല്യമുണ്ടായിട്ടും പഠിത്തത്തിൽ മിടുക്കരായ ജിമിയെയും സുമിയെയും പഠിപ്പിക്കാൻ മാനേജ്മെന്റിന് സന്തോഷമേയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സ്വർണകുമാരി പറയുന്നു. ഇത്രമാത്രം വൈകല്യം ഉണ്ടായിട്ട് പോലും അതൊക്കെ അതിജീവിച്ച് ഇന്റേണൽ ടെസ്റ്റിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഹയസ്റ്റ് മാർക്ക് നേടിയ കുട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനുള്ള താല്പര്യം എന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യത്തിലും അവർക്ക് വളരെയധികം താല്പര്യമുള്ള കുട്ടികളാണെന്ന് ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ സ്കൂളിലും കോളേജിലും പോകാത്ത കുട്ടികൾക്ക് പുതുലോകമാണ് JDT വാഗ്ദാനം ചെയ്തതെന്നും ഇനിയും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ തയ്യാറാണെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർക്കുന്നു. ഇതുവരെ സ്കൂളിലും കോളേജിലും പോവാതെ വീട്ടിലിരുന്ന് പഠിച്ച കുട്ടികളാണ് ഇന്ന് ഒരു കോളേജ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇനിയും തുടർന്നും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്കതിൽ ഏറ്റവും സന്തോഷമേ ഉള്ളൂ. ഈ മാനേജ്മെൻറ്റും അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ജിമിയെയും സുമിയെയും സഹായിക്കാൻ സഹപാഠികളും തയ്യാറാണ്. ഇരുവരുടെയും നോട്ട്ബുക്കുകൾ എടുക്കാനും വീൽ ചെയറിൽ ക്ലാസ്സിൽ കൊണ്ടുചെന്നിരുത്താനും കൂട്ടുകാരുടെ സഹായമുണ്ട്. അതിലുപരി ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്നത്. വീൽ ചെയറിലായാലും വീൽ ചെയർ ഉന്തിക്കൊണ്ടുപോകാനും. ഈ സൗഹൃദത്തിന്റെ വില ഏറെ മനസ്സിലാക്കിയതുകൊണ്ടാകണം ജിമി ബ്ലോഗിൽ ഇങ്ങനെ കുറിച്ചത്. ആത്മമിത്രങ്ങളുടെ തണൽമരങ്ങൾക്ക് മുന്നിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ നല്ല സുഹൃത്തുക്കൾ ഇല്ലായിരുന്നെങ്കിൽ കോളേജിലെ ഇടനാഴികളിൽ ഇവർ ഒറ്റപ്പെട്ടു പോയനെ. വയനാട്ടിലെ കബനിഗിരിയിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ജിമിക്ക് 5ാം വയസ്സിലാണ് രോഗം പിടിപെട്ടത്. തുടക്കത്തിൽ നടക്കുമ്പോൾ വീണു തുടങ്ങി. പിന്നെ വീണാലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെയായി. അങ്ങനെ 1,00,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന ഈ അപൂർവ രോഗം ഓടി നടന്നുകൊണ്ടിരുന്ന ജിമിയുടെ ജീവിതത്തെ ചക്രകസേരയിലാക്കി. സ്യൂഡോമസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗത്തിന് അലോപ്പതിയിൽ ചികിത്സകളില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എനിക്ക് 5 വയസ്സായപ്പോഴാണ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയത്. ആദ്യം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഴുമായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. ഇടയ്ക്ക് വീഴും, എഴുന്നേക്കാൻ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ തുറന്നു വന്നപ്പോൾ വീണിട്ട് എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ ആരോഗ്യക്കുറവായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വീണിട്ട് എഴുന്നേക്കാൻ നല്ല ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ
വരാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവിടെ വന്ന് ബേസിക്കായിട്ട് കുറച്ച് നോക്കിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മസ്കുലർ ഡിസ്ട്രോഫി, സ്യൂഡോ മസ്കുലർ ഡിസ്ട്രോഫിയാണ്, ഇതിങ്ങനെ വളരുന്നതനുസരിച്ച് കൂടി വരും, അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ബാംഗ്ലൂരിലെ നിംഹാൻസ് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല. പിന്നീട് ആയുർവേദം പരീക്ഷിച്ചു. ചികിത്സയില്ലാത്ത രോഗമായതിനാൽ അസുഖം കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അവർ ചെക്കപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന് അലോപ്പതിയിൽ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, ഇതുവരെ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു ഇങ്ങനെ ആയുർവേദത്തിൽ ചെയ്ത് നോക്ക്, പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം തന്നെ സൈക്കിളൊക്കെ വാങ്ങി ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടുക ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഇതിങ്ങനെ കൂടി വരിക ചെയ്ത്. ചേച്ചി ജിമിക്ക് അസുഖം വന്നതിന് പിന്നാലെ അനുജത്തി സുമിക്കും അസുഖം വന്നു. ജിമിയെ ചികിത്സിക്കുമ്പോൾ തന്നെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഈ രോഗം വരുമെന്ന് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു വീട്ടിൽ മറ്റു കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ ഉണ്ടാവും. അപ്പം അനിയത്തി ഉണ്ടായിരുന്നു, അവൾ എന്നെ കഴിഞ്ഞ് 3 വയസ്സിനുണ്ടായതാണ്. അപ്പോൾ അവൾക്ക് ഇതുപോലെ ഉണ്ട്. അപ്പം പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിലെല്ലാം അപ്പോൾ അവളും ഉണ്ടായിരുന്നു. രോഗം മൂലം കാലിലെ പേശികൾ ദുർബലപ്പെട്ട് നടക്കാൻ കഴിയാത്തതിനാൽ ജിമിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. സുമി 7ാം ക്ലാസ് വരെ പോയെങ്കിലും പിന്നീട് രോഗം വന്നതുമൂലം പഠനത്തിന്റെ തുടർച്ച നഷ്ടപ്പെട്ടു. 7ാം ക്ലാസ് വരെയും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടന്നു പോകാൻ. കുറേ നടന്നു പോയി പഠിച്ചു. അത് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് വീൽ ചെയറിലായി. പിന്നെ ഹൈസ്കൂള് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം രാവിലെ പപ്പ എല്ലാ ദിവസവും ഉച്ചവരെ ഓട്ടോയ്ക്ക് കൊണ്ടുവിടും. പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു. പിന്നെ +2 വന്നപ്പോൾ തൊട്ട് വീട്ടിലിരുന്നായി പഠനം. എന്തായാലും ജിമിക്കും സുമിക്കും കലാലയ പഠന സഹായം നൽകിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുതിയ പാഠങ്ങൾ കാണിച്ചിരിക്കുകയാണ് JDT ഇസ്ലാമിക് കോളേജ്. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഈ കാലത്തും മനുഷ്യത്വത്തിന്റെ പുതിയ പാത തുറന്നിരിക്കുകയാണ് ഈ കലാലയം. തെർമോകോളിൽ മനോഹരമായി മോഡലുകൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനുണ്ട് വൈക്കത്ത്. പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. സ്കൂളുകളിലെ പ്രവൃത്തി പരിചയമേളകളിൽ പ്രദർശിപ്പിക്കുന്ന താജ്മഹലിന്റെയും ഈജിപ്തിലെ പിരമിഡിന്റെയും മോഡലുകൾ കണ്ടിട്ടില്ലേ? ഇത്തരത്തിൽ പഠനാവശ്യങ്ങൾക്കുള്ള മോഡലുകൾ തയ്യാറാക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാം. വൈക്കം സ്വദേശി ജാഫറാണ് തെർമോകോളിൽ അതിമനോഹരമായി മോഡലുകൾ ഉണ്ടാക്കുന്നത്. ഇത് വൈക്കം ചെമ്പ് സ്വദേശി മലയപ്പാട്ടിൽ ജാഫർ. അധ്യാപകനോ വിദ്യാർത്ഥിയോ അല്ലെങ്കിലും തെർമോകോളിൽ ഇദ്ദേഹം ഉണ്ടാക്കുന്ന മനോഹര ശില്പങ്ങൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളവയാണ്. ചരിത്ര പുസ്തകങ്ങളിലുള്ള ഈജിപ്തിലെ പുരാതന ക്ഷേത്രം, ഗാന്ധിയൻ ഓർമ്മ പുതുക്കുന്ന ചർക്ക, കൃഷിയാവശ്യങ്ങൾക്ക് വെള്ളം തേവുന്ന യന്ത്രം എന്നുവേണ്ട ആര്യഭട്ട ഉപഗ്രഹം വരെ ഇദ്ദേഹം തെർമോകോളിലുണ്ടാക്കും. ചരിത്രവും ശാസ്ത്രവുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താജ്മഹലിന്റെ സൗന്ദര്യവും ബെൻസീൻ തന്മാത്രയുടെ ഘടനയുമൊക്കെ മികച്ച തോതിൽ വിശദീകരിച്ചു നൽകാൻ ജാഫറിന്റെ മോഡലുകൾക്കാകും. തെർമോകോൾ മുറിക്കാനുള്ള ബ്ലേഡ്, അളവ് സ്കെയിൽ, പശ ഇത്രയുമാണ് ജാഫറിന്റെ തെർമോകോൾ ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. നന്നായി പടം വരയ്ക്കുമായിരുന്ന ജാഫർ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചാർട്ട് വരച്ചു കൊടുത്തു. ഇതിഷ്ടപ്പെട്ട കുട്ടികൾ ജാഫറിനോട് ആറ്റത്തിന്റെ മാതൃകയുണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സംശയിച്ചു നിന്ന ജാഫറിന് കുട്ടികൾ ആത്മവിശ്വാസം പകർന്നു. അങ്ങനെയാണ് തെർമോകോളിൽ ജാഫറിന്റെ ആദ്യ പഠന മാതൃക പിറക്കുന്നത്. കുട്ടികൾ ചാർട്ട് വരച്ച് കൊടുത്തപ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചു, എനിക്കൊരു മോഡൽ ഉണ്ടാക്കി തരാൻ പറ്റുമോ, ഒരു ആറ്റത്തിന് മോഡൽ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റും, നീ ഒന്ന് ആലോചിച്ചൊന്ന് നോക്ക്, പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഈ ആറ്റം തമ്മിൽ ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ തലപോഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഐഡിയ കിട്ടി. ഈ ആറ്റങ്ങൾ തമ്മിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാന്നുള്ളൊരു ഇത് കിട്ടി. അതുണ്ടാക്കിക്കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. 500 രൂപയായിരുന്നു ആദ്യ പ്രതിഫലം. പുള്ളി അന്ന് എനിക്കൊരു 13 കൊല്ലത്തിന് മുമ്പ് 500 രൂപ എടുത്ത് കൈ തന്നിട്ടുള്ളൂ, എനിക്ക് തിരുന്നോട്ടെ. പിന്നീട് ജാഫർ പല കോളേജുകളിലും കയറിയിറങ്ങി ഇത്തരം പഠന മാതൃക ഉണ്ടാക്കി കൊടുക്കാമെന്നേറ്റു. പിന്നെ ഇതിനു വേണ്ടി ഞാൻ ഓരോ കോളേജുകൾ കയറിയിറങ്ങാൻ തുടങ്ങി. ജോലി ചെയ്തിരുന്ന സ്പെയർ പാർട്സ് കട പൂട്ടിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതിരുന്ന ജാഫറിന് മുമ്പിൽ ദൈവമാണ് ഈ വഴി കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നു. സ്പെയർ പാർട്സൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ എനിക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ദൈവം സത്യത്തെ ചാലികൾ തന്നാന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഏതാശയത്തെയും തെർമോകോൾ ശില്പമാക്കി മാറ്റാനുള്ള കഴിവിന് പിന്നിൽ ദൈവമാണെന്ന് പറഞ്ഞ് വിനയാന്വിതനാവുകയും ചെയ്യുന്നു. എൻ്റെ കഴിവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനില്ല. ഞാൻ ദൈവത്തിനെ കൂട്ടുപിടിക്കും, ദൈവത്തിനോടാണ് ചോദിക്കുന്നത്. എനിക്ക് ഐഡിയ എൻ്റെ മനസ്സ് ഉദിപ്പിച്ച് തരാനായിട്ട്. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ മിക്കവാറും എനിക്ക് ഐഡിയ കിട്ടാറുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഇതുമാത്രമാണ് ജാഫറിന്റെ തൊഴിൽ. സ്കൂളിലെ പ്രവൃത്തി പരിചയമേളകളിൽ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ജാഫർ. ജാഫറിന്റെ മനോഹരമായ താജ്മഹൽ മാതൃകയ്ക്ക് 1200 രൂപ വരെ വിലയുണ്ട്. ചർക്ക വേണമെങ്കിൽ 900 രൂപ കൊടുക്കണം.
കെലഡോസ്കോപ്പിന്റെ ഈ ആഴ്ചയിലെ കാഴ്ചകൾ പൂർണ്ണമാകുന്നു. പുതുക്കാഴ്ചകളും പുതുവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമുക്ക് ചുറ്റും കാഴ്ചകൾ ചിതറിക്കിടക്കുകയാണ്. അങ്ങനെ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ കെലഡോസ്കോപ്പിനെ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കെലഡോസ്കോപ്പ്, ഇന്ത്യ വിഷൻ, 22 ടവർ, പാടിവട്ടം, കൊച്ചിൻ. ഫോൺ നമ്പർ 9447498601. തൂവൽ ചുണ്ടിനാൽ ചീകിമിനുക്കിയ പൂവൻ ചങ്ങാലി ചോദിച്ചു. മഞ്ഞും വീഴുന്നു, മാമരം കൊച്ചുന്നു, നെഞ്ഞത്തെങ്ങാനും ചൂടുണ്ടോ? മഞ്ഞും വീഴുന്നു, മാമരം കൊച്ചുന്നു, നെഞ്ഞത്തെങ്ങാനും ചൂടുണ്ടോ?